2025 അഗ്രസീവ് നിക്ഷേപകർക്കുള്ള മികച്ച മ്യൂച്വൽ ഫണ്ടുകൾ. നമസ്കാരം, എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എഫ് ഗുരു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2025 അഗ്രസീവ് ഇൻവെസ്റ്റർമാർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ്. ഒരു ക്ലിയർ സ്ട്രാറ്റജി ഇല്ലാതെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്ക് ആണ്. പ്രത്യേകിച്ചും ഹൈ വോളാറ്റിലിറ്റി സഹിക്കാനും ലോങ് ടേം വെൽത്ത് ക്രിയേഷനിൽ ഫോക്കസ് ചെയ്യാനും കഴിയുന്ന അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സിന് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി 2025 മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നോക്കാം. കോവിഡിന് ശേഷം മിഡ് ക്യാപ് സ്റ്റോക്കുകൾ ഏകദേശം 200% വരെ കുതിച്ചുയർന്നു. ഒരു അൺബിലീവബിൾ റാലി ആയിരുന്നു അത്. പക്ഷേ ഇപ്പോൾ പ്രൈസ് ടു ഏർണിംഗ്സ് അഥവാ PE റേഷ്യോ 40 മുതൽ 42 വരെ റേഞ്ചിൽ നിൽക്കുന്നതുകൊണ്ട് ഇവയുടെ വാല്യുവേഷൻ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈ ഹൈ ലെവൽസ് വെച്ച് നോക്കുമ്പോൾ 2025 എക്സ്ട്രാ ഓർഡിനറി റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇൻവെസ്റ്റേഴ്സ് അവരുടെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് അതായത് SIP കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ പുതിയ ലംസം ഇൻവെസ്റ്റ്മെന്റുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യമെന്താണ്? അവിടെയും ജാഗ്രത പാലിക്കേണ്ട സമയമാണോ? മിഡ് ക്യാപ് സ്റ്റോക്കുകളെ പോലെ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളും 2020 മുതൽ 215% വരെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ സെഗ്മെന്റിലെ PE റേഷ്യോ ഏകദേശം 30 ആണ്. ഇത് എക്സ്റ്റൻഡഡ് അഥവാ ഓവർ വാല്യുവേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2025 സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ കൺസോളിഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സൈലന്റ് റിട്ടേൺസ് തരാനോ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ലോങ് ടേം ഹൊറൈസൺ ഉള്ള SIP ഇൻവെസ്റ്റേഴ്സ് അവരുടെ കോൺട്രിബ്യൂഷൻസ് കണ്ടിന്യൂ ചെയ്യണം. അതായത് SIP നിർത്തരുത്. കാരണം സ്മോൾ ക്യാപ് ഇൻവെസ്റ്റ്മെന്റ്സ് കാലക്രമേണ ഒരു വാല്യൂബിൾ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിലനിൽക്കുന്നു. ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് എന്തായിരിക്കും? നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ക്വാളിറ്റി 50 ഇൻഡെക്സ്. സ്മോൾ ക്യാപ് കമ്പനികളിൽ ബെസ്റ്റ് ലോങ് ടേം ഓപ്പർച്യൂണിറ്റീസ് തേടുന്ന ഇൻവെസ്റ്റേഴ്സിന് നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ക്വാളിറ്റി 50 ഇൻഡെക്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ ഇൻഡെക്സ് വിശാലമായ സ്മോൾ ക്യാപ് 250 ഇൻഡെക്സിൽ നിന്നുള്ള 17.7% CAGR-നെ അപേക്ഷിച്ച് 20.7% CAGR-ന്റെ ബെറ്റർ റിട്ടേൺസ് തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ ഇൻഡെക്സ് കൺസിഡർ ചെയ്യണം? 1. ലോവർ വാല്യുവേഷൻ. ജനറൽ സ്മോൾ ക്യാപ് ഇൻഡെക്സിന്റെ PE റേഷ്യോ 34-നെ അപേക്ഷിച്ച് ഇതിന്റെ PE റേഷ്യോ ഏകദേശം 26 ആണ്. 2. ഹൈ ക്വാളിറ്റി സെലക്ഷൻ. ഇത് 250 കമ്പനികളിൽ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള വെൽ മാനേജ്ഡ് ആയിട്ടുള്ള 50 കമ്പനികളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. ഇത് റിസ്ക് കുറയ്ക്കുന്നു. 3. ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ്. ഇപ്പോൾ ഈ ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ഒരേ ഒരു ഫണ്ട് DSP നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ടാണ്. ഓർക്കുക, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. ഇനി മൈക്രോ ക്യാപ് ഇൻവെസ്റ്റ്മെന്റ്. ഹൈ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഇൻവെസ്റ്റേഴ്സിന് നിഫ്റ്റി മൈക്രോ ക്യാപ് 250 ഇൻഡെക്സ് ഒരു എക്സൈറ്റിംഗും എന്നാൽ വോളാട്ടൈലുമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഈ ഇൻഡെക്സ് 43% വാർഷിക വരുമാനം തന്നിട്ടുണ്ട്. എന്നാൽ ഇത് എക്സ്ട്രീം ഡ്രോബാക്സുമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഹിസ്റ്റോറിക്കലി മാർക്കറ്റ് ക്രാഷുകളിൽ മൈക്രോ ക്യാപ്സ് 60 മുതൽ 80% വരെ കുറഞ്ഞിട്ടുണ്ട്. വളരെ റിസ്ക് ഉള്ളത്. ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? 5 അതിൽ കൂടുതലോ വർഷത്തെ ടൈം ഫ്രെയിമും ഹൈ വോളാറ്റിലിറ്റി മാനേജ് ചെയ്യാനുള്ള കഴിവുമുള്ള ഇൻവെസ്റ്റേഴ്സ്. അതുപോലെ എക്സ്പ്ലോസീവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള എമർജിംഗ് കമ്പനികളുമായി കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ ഈ ഇൻഡെക്സിന് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു ഫണ്ട് മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി മൈക്രോ ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ടാണ്. അടുത്തത് നിഫ്റ്റി നെക്സ്റ്റ് 50. 2025 ഒരു സ്ട്രോങ് ലാർജ് കാപ്പ് ബെറ്റ്. സാധാരണയായി അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും ലോവർ വാല്യുവേഷൻസ് കാരണം നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് കൂടുതൽ അട്രാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ PE റേഷ്യോ 23 ആയി കുറഞ്ഞിട്ടുണ്ട്. 2021 40+ ലെവലുകളേക്കാൾ ഒരുപാട് കുറവാണിത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇത് 20% CAGR വളർച്ച തന്നിട്ടുണ്ട്. ഇത് ലാർജ് കാപ്പ് എക്സ്പോഷറിനുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് ആയി മാറുന്നു. എന്തുകൊണ്ട് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻവെസ്റ്റ് ചെയ്യണം? വൈവിധ്യമാർന്നതും വളരുന്നതുമായ കമ്പനികളായ സൊമാറ്റോ, ജിയോ ഫിനാൻസ് പോലുള്ള എമർജിംഗ് സ്റ്റാർസ് ഇതിൽ ഉൾപ്പെടുന്നു. നിഫ്റ്റി 50യേക്കാൾ ബെറ്റർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. ഹിസ്റ്റോറിക്കലി ഈ ഇൻഡെക്സ് ബുൾ മാർക്കറ്റുകളിൽ നിഫ്റ്റി 50-നേക്കാൾ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ബെസ്റ്റ് ഇൻഡെക്സ് ഫണ്ട്സ് SBI, HDFC, കൊട്ടക് എന്നിവ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടുകൾ ഓഫർ ചെയ്യുന്നു. ഇതിൽ SBIക്കാണ് ഏറ്റവും കുറഞ്ഞ ട്രാക്കിംഗ് എറർ ഉള്ളത്. ഫൈനൽ കൺക്ലൂഷൻ: അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സിനുള്ള ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഇപ്പോൾ മാർക്കറ്റിലുള്ള സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ 3 മ്യൂച്വൽ ഫണ്ട് ഓപ്ഷനുകളാണ്. 1. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ക്വാളിറ്റി 50 ഇൻഡെക്സ് ഫണ്ട്. നിലവിൽ DSP ആസറ്റ് അണ്ടർ മാനേജ്മെന്റ് കമ്പനി മാത്രമേ ഈ ഫണ്ട് നടത്തുന്നുള്ളൂ. കുറഞ്ഞ റിസ്കിലുള്ള സ്മോൾ ക്യാപ് എക്സ്പോഷറിന് ബെസ്റ്റ് ഓപ്ഷനാണ്. 2. നിഫ്റ്റി മൈക്രോ ക്യാപ് 250 ഇൻഡെക്സ് ഫണ്ട്. നിലവിൽ മോത്തിലാൽ ഓസ്വാൾ മാത്രം നടത്തുന്നു. ഹൈ റിസ്കും ഹൈ റിവാർഡും ആഗ്രഹിക്കുന്ന ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ബെസ്റ്റ് ഓപ്ഷൻ. 3. നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട്. SBI, ആക്സിസ്, HDFC, കൊട്ടക്, നെവി തുടങ്ങിയുള്ള കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നു. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ലാർജ് ക്യാപ് ഓൾട്ടർനേറ്റീവായി ഉപയോഗപ്പെടുത്താം.
അഗ്രസീവായ ഇൻവെസ്റ്റേഴ്സിന് 2025 ഓപ്പർച്യൂണിറ്റീസിന്റെയും ചലഞ്ചുകളുടെയും ഒരു മിക്സാണ് തരുന്നത്. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ ഹൈ വാല്യുവേഷനിലാണെങ്കിലും ക്വാളിറ്റി ഫോക്കസ്ഡ് സ്മോൾ ക്യാപ്, മൈക്രോ ക്യാപ്, നിഫ്റ്റി നെക്സ്റ്റ് 50 പോലുള്ള ഓൾട്ടർനേറ്റീവ്സ് സ്ട്രോങ് പൊട്ടൻഷ്യൽ ഓഫർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യുക, SIPകൾ തുടരുക, ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനെ കുറിച്ച് ആശങ്കപ്പെടാതെ ലോങ് ടേം അപ്രോച്ച് എടുക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്കായി ഈ ഫണ്ടുകളിൽ ഏതെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? ഈ 3 ഫണ്ടുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.